ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ഒരു ഡ്രീം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗെയിമിംഗ് റൂം, അത് എഡിറ്റിംഗ് അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി ഒരു ചെറിയ റൂം സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ. സോ കുറേ നാളുകളത്തെ ഒരു ശ്രമത്തിന് ശേഷം അത് ഏകദേശം കംപ്ലീറ്റ് ഒരു 50% കംപ്ലീറ്റ് ആയെന്ന് പറയാം. സോ അതിലേക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ പോലത്തെ സംഭവമാണ് മേടിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ ഇത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ്. ഇതെങ്ങനെയുണ്ടെന്നും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൂമും എങ്ങനെയുണ്ടെന്നും നോക്കാം. ഇത് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ട്രൈ നോക്കുന്നതാണ് എങ്ങനെയുണ്ടെന്ന്. സോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തായാലും. സോ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആട്ടോ അവരുടെ. അത്യാവശ്യം സമയം എടുത്ത് വരാനായിട്ട്. ഓ വാവ്, ഫസ്റ്റ് ഫ്രെയിം ഞാൻ കാണിക്കാം. ഇതാണ് ഫസ്റ്റ് ഫ്രെയിം. സോ MJ നൈസ് അല്ലേ കാണാൻ? അതാ നൈസ് സാധനമാണ്, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. മാറ്റ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, കാണാനായിട്ട് കണ്ട് നല്ല രസമുണ്ട്. കൊള്ളാം. ഞാൻ അടുത്ത് കാണിക്കാം. ഇത് കുറച്ച് പേഴ്സണലാണ്. വിജയുടെയാണ്, ഡിയോ ഫിലിമിലെ ഒരു ഫ്രെയിമാണ്. ഇത് നൈസായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗ്രാഫിക്സ് ഇവർ ചെയ്തേക്കുന്നത്, ഇതാരോ എഡിറ്റ് ചെയ്ത് നല്ലൊരു പ്രിൻ്റാണ്, പക്ഷെ നൈസായിട്ടുണ്ട് അവർ സെറ്റ് ചെയ്തേക്കണല്ലേ. ഇത് ഭയങ്കര പേഴ്സണലാണ്, ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഐറ്റമാണ്. കുറേ കൊല്ലങ്ങളായി ഇത് ഞാനിങ്ങനെ ഒരു ഫ്രെയിം മേടിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് സമയം എടുത്തു ഇതൊന്ന് എത്താനായിട്ട്, ഇതിലേക്കൊന്ന് എത്തിച്ചേരാനായിട്ട്. സോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ഫ്രെയിം ഞാൻ മേടിച്ചതിൽ. ഓക്കെ, അടിച്ചു തരാം. വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം കുറേ നാളായി അതിന് വേണ്ടി നോക്കണം, പക്ഷേ ഇതെവിടെ വെക്കും, എങ്ങനെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഇത് ഒരു പ്ലേറ്റിംഗ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്തോ ഒരു മെറ്റീരിയലിൻ്റെ പുറത്താണ് ഇവർ ഇത് ചെയ്തേക്കുന്നത്. 3 ഫ്രെയിമും വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സ്റ്റിക്കർ നമുക്ക് വാളിൽ ഒട്ടിക്കണം. ഇതിൻ്റെ പുറകിലൊരു സ്റ്റിക്കർ പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ വാളിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം എന്നാണ് അവർ പറയണത്. അതിനുശേഷം ഈ മാഗ്നറ്റിൻ്റെ പുറകിലുള്ള സ്റ്റിക്കറും പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇതിനോട് ചേർത്ത് ആ ഒരു സെൻറ്ററിൽ വരാൻ പാകത്തിന്, ബോക്സിൻ്റെ ഉള്ളിൽ വരാൻ പാകത്തിന് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈ ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വെച്ചതിന് ശേഷം. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റാണുള്ളത്. എന്തായാലും നമുക്ക് ഫുള്ള് റൂമൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ള് ഡെസ്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ 3 ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തു. അതിനു മുമ്പ് ഒരു പ്ലെയിൻ വോളായിരുന്നു. പിന്നെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ഒരുപാട് സമയം എടുത്തു ചെയ്യാനായിട്ട്. ഈ ഒരു ഫുള്ള് റൂം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുത്തു. ഏകദേശം ഒരു 6-7 മാസം എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഞാൻ ഒന്ന് മാറിത്തരാം, ഫുള്ളൊന്ന് കാണാം. സോ അപ്പോൾ ഇനി ഞാൻ വരാം. ഓക്കെ, സോ പോസ്റ്ററിൻ്റെയും പിന്നെ എൻ്റെ ഈ ഡെസ്ക് സെറ്റപ്പിൻ്റെ ഒരു റിവ്യൂ പോലെയാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചേക്കുന്നത്. എഡിറ്റിംഗ്, ഗെയിമിംഗ്, എഡിറ്റിംഗ് എല്ലാത്തിൻ്റെയും റൂമായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കണത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എന്തായാലും അടുത്തടുത്ത വീഡിയോസൊക്കെ ഉടനെ ഉണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയ വീഡിയോസ് എന്തായാലും ഇനി ഉടനെ വരും. സോ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫോർ ദിസ് വീഡിയോ. എനിവേ, സീ യു സൂൺ. ബൈ.